സംഘർഷങ്ങൾക്കിടയിൽ സമാധാനത്തിൻ്റെ ഒരു തൂവൽ സ്പർശം. അതാണ് ഒരു ജനതയ്ക്കാകെ ദലൈലാമ. കടന്നുപോയ വഴികളത്രയും ദുഷ്കരം. പക്ഷേ ആ ചെറുപുഞ്ചിരി ഒരിക്കലും മറഞ്ഞിരുന്നില്ല. ജീവിക്കുന്ന ബോധ്യസത്വനായാണ് ടിബറ്റൻ ജനത ദലൈലാമയെ കാണുന്നത്. പുനർജന്മങ്ങളുമായി ആ പ്രകാശം തുടരുന്നു എന്ന് വിശ്വാസം. ജൂലൈ 6 ജനിച്ച ടെൻസിൻ ഗ്യാറ്റ്സോയിൽ 2 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവിക നിമിത്തങ്ങൾ പ്രകടമായി. ദലൈലാമ പദത്തിലേക്കുള്ള വരവും 15-ാം വയസ്സിലെ ഇന്ത്യയിലേക്കുള്ള പലായനവുമെല്ലാം കുഞ്ഞിലെ തന്നെ ടെൻസിൻ ഗ്യാറ്റ്സോയെ പരുവപ്പെടുത്തുകയായിരുന്നു. ബൗദ്ധരുടെ ആത്മീയ നേതാവായി തന്നെ ദലൈലാമ പറഞ്ഞു, കരുണയാണ് എൻ്റെ മതം. സ്നേഹവും സഹാനുഭൂതിയും ശാന്തിയിലേക്ക് വഴിതെളിക്കുന്നു. എപ്പോഴും സന്തോഷമായിരിക്കാൻ ദലൈലാമ ലോകത്തെ പ്രചോദിപ്പിച്ചു. മതങ്ങൾക്കപ്പുറമുള്ള ആത്മീയതയെ തേടുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ പൊറുക്കാൻ പഠിക്കുമ്പോൾ സന്തോഷവും സമാധാനവും നിങ്ങളിൽ താനേ നിറയും. നിങ്ങളിൽ തന്നെ സമാധാനം കണ്ടെത്തുമ്പോൾ മറ്റുള്ള മനുഷ്യരിലേക്കും സമാധാനം പടരും. യുദ്ധങ്ങളിൽ പകച്ചു നിൽക്കുന്ന ലോകത്തോട് ദലൈലാമ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ലോകമേ, സമാധാനമാണ് സന്തോഷം, സന്തോഷമാണ് ജീവിതം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.